വളരെ വളരെ രസകരമായിട്ടുള്ള വീഡിയോ ദൃശ്യമാണ്. നമ്മുടെ അനീഫ്കയുടെ പുതിയൊരു വീടാണ്. നമ്മുടെ അനീഫ്കയുടെ പൊന്നുമക്കളായ ഷഫയും മർവയും ആ ഒരു വീടിന് പാല് കായ്ക്കുന്ന ഒരു ദൃശ്യമാണ് ഞാൻ നിങ്ങളും കാണുന്നത്. പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയാം. ആരാണ് ഈ വീട് വെച്ചു കൊടുത്തത്? ആരാണ് അനീഫ്കയുടെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്തത്? അനീഫ്കയുടെ ഭാര്യ തന്നെ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അതിനുശേഷം ഈ പൊന്നു വീട്, അതായത് ഇത്ര വലിയ വീടിനകത്ത് എന്തൊക്കെയുണ്ട്, ഓരോ മുറിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പിന്നീട് നമ്മുടെ അനീഫ്കയുടെ ലൈഫ് സ്റ്റോറി, അതായത് അനീഫ്ക ജനിച്ച അന്നു മുതൽ അതിനുശേഷം മരിക്കുന്നത് വരെ എന്തൊക്കെ ചെയ്തു, അനീഫ്കയുടെ ഒരു ലൈഫ് സ്റ്റോറി കൂടി ഞാൻ പറയാം. അതിനു മുമ്പ് അനീഫ്കയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. നമുക്ക് ആദ്യം, നിങ്ങൾ ഈ കാണുന്നത് അനീഫ്കയുടെ പൊന്നു മക്കളെയാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഈ വീട് വെക്കാൻ ആരാണ് ഹെൽപ്പ് ചെയ്തത് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, എന്താ പറയുള്ളേ? ഉള്ളതിന് വളരെയധികം സന്തോഷം. അനീഫ്ക ആഗ്രഹിച്ച പോലെ തന്നെ കുറച്ച് സമയമെടുത്ത്, എന്നാലും അനീഫ്കയുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾക്ക് ആ ഒരു വിജയത്തിലേക്ക് വരാൻ പറ്റി. പിന്നെ അനീഫ്ക ആഗ്രഹിച്ച പോലെ ആ ഒരു പേരും ഇവിടെ ഉപ്പാൻ്റെ പേര് പാപ്പച്ചിയുടെ പേരാണ്. ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷെ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഇവർ ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപേട്ടൻ. പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ അനീഫ്ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനീഫ്ഖാൻ്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇനോവ കാർ, അത് എൻ്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നതും ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു അനീഫ്ഖാൻ്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത്. എന്തായാലും ഞാൻ ദിലീപേടനെ വെളുപ്പിക്കുന്നതല്ല. ആ പൊന്നു മനുഷ്യൻ, ആ ഒരു നല്ല മനുഷ്യന് ഈ പാവപ്പെട്ട കുടുംബത്തിന് ഓരോ മാസവും താങ്ങും തണലുമായിട്ട് ചില പൈസകൾ കൊടുക്കുന്നുണ്ട് എന്നാണ് ഈ സഹോദരൻ പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും. 1-2 മാസം, 16 വർഷം ഒരു മാസം പോലും തെറ്റാതെ ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് നിങ്ങളൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയാണ്. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും ഇവരെ എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം. അവിടെയാണ് ഒരു വിളി അകലെയാണ്. ഇന്നും രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിലൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടൻ 1 മണിക്കൂർ കാത്തു നിന്നു. പള്ളിയിൽ ബാങ്ക് കൊടുത്താണ് ഞങ്ങൾ കയറിയത്. ഇത്രയും ആ കുടുംബത്തോട് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പാവമല്ലേ ദിലീപേട്ടൻ. ഒരു കാര്യം ഉറപ്പാണ്, ഈ വീട് ഇത്രയും വലിയൊരു കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അതായത് ഇത്രയും വലിയൊരു കൊട്ടാരം അവിടെ നിർമ്മിക്കാൻ നമ്മുടെ ദിലീപേട്ടന്റെ ഒരു കൈയുണ്ട് എന്നതിൽ ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയി കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ബാക്കിയും കൂടി കേൾക്കാം. ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനീഫ്ക എന്നോട് ചെയ്ത എന്തൊക്കെ ഉപകാരമുണ്ട് അതിൻ്റെ ഒരു അംശം പോലും ഞാൻ തിരിച്ചു ചെയ്തിട്ടില്ല ഫിറോസ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഇന്നിപ്പോ അശോകേട്ടൻ പോയ സമയത്ത് തന്നെ ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നല്ലൊരു ഇമോഷണലായിരുന്നു ഈ ഒരു കുടുംബം. അനീഫ്ഖാന്റെ കുടുംബത്തെ വെച്ചാൽ മലയാളികൾ സ്നേഹത്തോടെ നെഞ്ചിലേറ്റ കുടുംബമാണ്. അവരെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും എവിടെ പോയിട്ടുണ്ടെങ്കിലും എന്നോടൊക്കെ ചോദിക്കളി അനീഫ്ഖാന്റെ ഭാര്യയും മക്കളും സുഖമാണ്. അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വേറൊരു ഞാൻ കണ്ടിട്ടില്ല. അത്രയും സ്നേഹമായിരുന്നു. സഫ മർവ എന്ന പേര് പോലും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അനീഫ്കയെ കുറിച്ച് സംസാരിച്ചാൽ ഇന്നൊന്നും തീരത്തില്ല പൊന്നു പ്രേക്ഷകർ, അത് ഞാൻ സംസാരിക്കുന്നില്ല. അനീഫ്കയുടെ ലൈഫ് സ്റ്റോറി ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞ് വെച്ച് തരാം. ബാക്കിയും കൂടി കേൾക്കാം. അത് അനീഫ്ഖാന്റെ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അനീഫ്ഖാന്റെ ഒരു ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ തന്നെയാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരെയും ഒരേപോലെ, കുടുംബത്തിനെ ആയാലും എല്ലാം ഒരേപോലെ കണ്ട ഒരാളാണ്. ആ ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു കൂടിയാണ് അനീഫ്ക. വേറെതോട് പറയാൻ ഞങ്ങൾ കാണുന്ന അനീഫ്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു ആക്ടർ. പക്ഷെ ഇന്ന് ദിലീപേട്ടനൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മോർണിംഗ് ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ പിന്നിൽ ബിഹൈൻഡ് ദ സ്ക്രീന് ഹനീഫ്ഖാന്റെ ഒരു ഇടപെടൽ, അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഇടപെടൽ, അത് ശരിക്കും അതിൻ്റെ ഒരു അഭാവം ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നാണ് ദിലീപേട്ടൻ ഇന്ന് രാവിലെ കൂടി പറഞ്ഞത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നുള്ളൊരു ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഹനീഫ്ഖാൻ. എന്തായാലും ഇപ്പൊ പുതിയ വീടായി, എന്താ പറയുന്നത്, ഡിസൈൻ കാര്യങ്ങളൊക്കെ ഡിസൈനെല്ലാം മക്കള് ചെയ്താണ്. സഫ മറവയാണ് അവരുടെ ചെയ്തായിരുന്നു. അവർക്കൊരു തീം ഉണ്ടായിരുന്നു, വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
അനീഫ് ഖാന്റെ എന്തെങ്കിലും ഒരു കഴിവ് അവർക്ക് ഉണ്ടാവുമല്ലോ. അതെ, ഒരാൾ CA ഒരാൾ CS പഠിക്കാൻ, അതൊക്കെ അനീഫ് ഖാന്റെ വലിയൊരു ആഗ്രഹങ്ങളായിരുന്നു. CS പഠിക്കാൻ രണ്ടുപേരും, ഒരാൾ CA ഒരാൾ CS പഠിക്കാം. ഓക്കെ, വളരെ വളരെ സന്തോഷം ഈ കുടുംബത്തിന് ഇത്രയും വലിയൊരു വീട് കിട്ടിയത്. നമുക്ക് വീടിന്റെ അകം നോക്കാം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമന്റോകൾ, അംഗീകാരങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ. മക്കളായ സഫയും മർവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മർവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്. 16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്ന കൂടൊരുക്കി. 1 രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ അനീഫ് ഖായുടെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ അനീഫ് ഖാ ആഗ്രഹിച്ച പോലെ തന്നെയുള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ അനീഫ് ഖാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. നിയമക്കുരുക്കിലായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സായതോടെ തിരികെ ലഭിച്ചതാണ് കുടുംബത്തിന് ആശ്വാസമായത്. സഫയെ CAയും മർവയെ CS പഠിപ്പിക്കണമെന്ന് ഹനീഫ ഫാസിലയോട് പറയുമായിരുന്നു. പഠിക്കുന്നത് ഏത് കോഴ്സിനെന്ന് അവർ തന്നെ പറയും. ഇപ്പോൾ CA തന്നെ പഠിക്കുന്നത്. ഞാൻ CS. ഡ്രീം ഇങ്ങനെ നല്ല രീതിയിൽ ഉമ്മാനെയും എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കാനും അതൊക്കെ തന്നെ. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദിലീപ് നടത്തിയ ഇടപെടൽ ഓർക്കുകയാണ് ഫാസിലയുടെ സഹോദരൻ ഫിറോസ് മാളിയേക്കൽ. ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹനീഫ് ഖാൻ്റെ ഒരു സമീപനം അവിടെയൊക്കെ ഉണ്ടാവുന്നൊരു ഫീലാണ്. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. ആരുടെ മുന്നിലും കൈനീട്ടാൻ കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ല. ആ തലയെടുപ്പ് വെണ്ണലയിലെ കൊച്ചിൻ ഹനീഫാസ് AB മൻസിലിനുമുണ്ട്. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. ഓക്കെ, വളരെ രസകരമാണ്. അനീഫ് കയുടെ ലൈഫ് സ്റ്റോറി നമുക്കൊന്ന് നോക്കാം. കൊച്ചിക്കാരായ വെളുത്തെടത്ത് മുഹമ്മദിൻ്റെയും ഹാജിറയുടെയും മകൻ മുഹമ്മദ് ഹനീഫ വളരെ ചെറുപ്പം തൊട്ടേ നാടകത്തിലും മോണോ ആക്ടിലും എല്ലാം സജീവമായിരുന്നു. 7ാം ക്ലാസ് മുതൽ സ്കൂൾ കലോത്സവ വേദികളിൽ തിളങ്ങിയ ആ യുവ കലാപ്രതിഭ ബിരുദ പഠനത്തിന് സെന്റ് ആൽബർട്ട്സ് കോളേജിലെത്തിയപ്പോൾ അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി. 1972 യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ഭാഗമായ മോണോ ആക്ട് മത്സരത്തിൽ തൻ്റെ കോളേജിനെ പ്രതിനിധീകരിച്ച് 1ാം സ്ഥാനം നേടുക എന്നത് ഹനീഫയുടെ വലിയ ആഗ്രഹവും അഭിമാന പ്രശ്നവുമായിരുന്നു. ആഴ്ചകൾക്ക് മുന്നേ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെങ്കിലും കലോത്സവം അടുത്തപ്പോൾ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി വന്നുവിട്ടു. കലോത്സവത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഒരു ദിവസം എണീറ്റപ്പോൾ ഹനീഫയ്ക്ക് കലശലായ പനി. മുഖത്ത് അങ്ങിങ്ങായി 2-3 അടയാളങ്ങൾ. ഡോക്ടറെ കണ്ടതോടെ ചിക്കൻ ബോക്സ് ആണെന്ന് സ്ഥിരീകരിച്ചു. വലിയ സ്വപ്നങ്ങളുമായി കലോത്സവ ദിവസത്തെ കാത്തിരുന്ന ആ യുവ കലാകാരനെ സങ്കടത്തിലാക്കിയത് കൃത്യം 18ാം ദിവസം നടക്കാനിരിക്കുന്ന മോണോ ആക്ട് മത്സരമായിരുന്നു. 18 ദിവസത്തിനുള്ളിൽ രോഗം മാറുമെങ്കിലും വീണ്ടും ആഴ്ചകളുടെ വിശ്രമം വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഉള്ളിൽ അടക്കിപ്പിടിച്ച സങ്കടത്തോടെ രോഗാവസ്ഥയിൽ ദിവസങ്ങൾ ഓരോന്നായി തള്ളി നീക്കി. 18ാം ദിവസമായപ്പോഴേക്കും അസുഖം ഭേദമായെങ്കിലും വിശ്രമ കാലാവധി അവസാനിച്ചില്ല. ഹനീഫയോട് വീട് വിട്ട് പുറത്തേക്ക് പോകരുതെന്നുള്ള കർശന നിർദ്ദേശം നൽകിയാണ് പിതാവ് വെളുത്തേടത്ത് മുഹമ്മദ് അന്നും ജോലിക്ക് പോയത്. മുഹമ്മദ് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഹനീഫ കട്ടിലിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ പത്രം തുറന്നു നോക്കിയ മുഹമ്മദ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മോണോ ആക്ടിൽ 1ാം സ്ഥാനം മുഹമ്മദ് ഹനീഫയ്ക്ക് എന്ന തലക്കെട്ടിൽ തൻ്റെ മകൻ്റെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ സഹിതമുള്ള വാർത്ത കണ്ട് അദ്ദേഹം അമ്പരന്നു. കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഉള്ളിൽ സൂക്ഷിച്ച ഹനീഫയെ
കട്ടിലിൽ തളച്ചിടാൻ രോഗത്തിന് കഴിഞ്ഞില്ല. തലേന്ന് പിതാവ് പുറത്തേക്ക് പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആരും കാണാതെ മോണോ ആക്ട് മത്സരം നടക്കുന്ന എറണാകുളം TDM ഹാളിലെത്തി മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഹനീഫ. ഓക്കെ, കഥ കേൾക്കുമ്പോൾ എന്തോ ഒരു ഫീൽ ആവുന്നുണ്ട്, ബാക്കിയും കൂടി കേൾക്കാം. അവശതകൾ മറികടന്ന് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചു. മത്സരം കഴിഞ്ഞയുടൻ ആരും അറിയാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ശേഷം ഒന്നും അറിയാത്ത പോലെ കട്ടിലിൽ കയറി കിടന്നു. മത്സരത്തിന്റെ ഫലം പോലും ഹനീഫ അറിയുന്നത് പിറ്റേ ദിവസമാണ്. രോഗാവസ്ഥയെയും വീട്ടുകാരുടെ നിബന്ധനകളെയും എല്ലാം മറികടന്ന് ഹനീഫ എന്ന കോളേജ് വിദ്യാർത്ഥി അഭിനയത്തോട് കാണിച്ച അടങ്ങാത്ത ആ താല്പര്യം ആ യുവാവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അത്ഭുതകരമായ സംഭാവനകളോടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്റെ ഭാഗതയും അടയാളപ്പെടുത്തിയ ഒരു നടന്റെ പിറവിക്കാണ് ആ കലോത്സവ വേദി കാരണമായത്. മത്സരത്തിന്റെ സമ്മാനദാനത്തിന്റെ അന്ന് അഴിമുഖം എന്ന മലയാള സിനിമയുടെ അണിയറ പ്രവർത്തകർ എറണാകുളത്തുണ്ടായിരുന്നു. കലാപ്രതിഭകളെ അന്വേഷിച്ച് സ്ഥലത്തെത്തിയ സിനിമയുടെ സംവിധായകൻ P. വിജയൻ പുരസ്കാര വിതരണ വേദിയിൽ മോണോ ആക്ട് അവതരിപ്പിച്ച ആ യുവാവിന്റെ പ്രകടനം ശ്രദ്ധിച്ചു. സ്റ്റേജിൽ നിറസാന്നിധ്യമായി തിളങ്ങി നിന്ന ഹനീഫയെ അയാൾ അഴിമുഖം എന്ന സിനിമയിൽ അഭിനയിക്കാനായി ക്ഷണിച്ചു. മട്ടാഞ്ചേരിയിൽ വെച്ചായിരുന്നു ഷൂട്ട്. നടൻ KP ഉമ്മറിനൊപ്പമായിരുന്നു ആദ്യത്തെ രംഗം. റീടേക്കുകൾ ഒന്നും വേണ്ടി വന്നില്ല. മുൻപരിചയമുള്ള നടനെ പോലെ അനായാസമായി തന്നെ ആ യുവാവ് അഭിനയിച്ചു. മധുവും ജയഭാരതിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഴിമുഖം എന്ന സിനിമ അങ്ങനെ മലയാളത്തിന് പുതിയൊരു താരത്തെ സമ്മാനിക്കുകയായിരുന്നു. കലോത്സവ വേദിയിൽ നിന്നും വെള്ളിത്തിരയിലെത്തി അവിടെ നിന്നും തെന്നിന്ത്യൻ സിനിമയുടെ വിശാലമായ വാതായനങ്ങളിലേക്ക് കുതിച്ചുയർന്ന മുഹമ്മദ് ഹനീഫ അങ്ങനെ മലയാളികളുടെ കൊച്ചിൻ ഹനീഫയായി മാറി. നീയൊക്കെ നിയമം കയ്യിലെടുക്കല്ലടാ, ഇടിച്ചതിന്റെ എല്ലായിടത്തും ലജ്ജാവതി പാടികളെ. നാളെ ഷക്കീലയുടെ പടം റിലീസ് ഉണ്ട്. രണ്ടുപേരെയും ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഏതായി അവതാരം? 300-ലേറെ സിനിമകൾ, എക്കാലത്തും ഓർക്കപ്പെടുന്ന അനേകം കഥാപാത്രങ്ങൾ, ഭയപ്പെടുത്തിയും ചിരിപ്പിച്ചും കരയിപ്പിച്ചും നമ്മെ വിസ്മയിപ്പിച്ച നിരവധിയായ വേഷപ്പകർച്ചകൾ. കൊച്ചിൻ ഹനീഫ എന്ന നടൻ മലയാളികൾക്ക് പുതിയ അനുഭവം തന്നെയായിരുന്നു. വില്ലൻ വേഷങ്ങളിലൂടെ തുടങ്ങി പ്രേം നസീറിന്റെയും KP ഉമ്മറിന്റെയും എല്ലാം സിനിമകളിൽ ക്രൂരതയുടെ ആൾരൂപമായി പ്രത്യക്ഷപ്പെട്ട നടൻ പിൽക്കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യതാരവും സ്വഭാവ നടനുമെല്ലാമായി മാറി. നടന്റെ റോളിൽ മാത്രം ഒതുങ്ങിയില്ല അദ്ദേഹം. തിരക്കഥാകൃത്തായും സംവിധായകനായും കുറേയധികം മികച്ച സിനിമകൾ അദ്ദേഹം മലയാളികൾക്ക് നൽകി. കുടുംബ പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തതിൽ ഭൂരിഭാഗവും. ഒരു സന്ദേശം കൂടി, 3 മാസങ്ങൾക്ക് മുൻപ്, ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്ക്, ആൺകിളികളുടെ താരാട്ട്, വീണമിട്ടിയ വിലങ്ങുകൾ, വാത്സല്യം, ഭീഷ്മാചാര്യ എന്നീ ചിത്രങ്ങളായിരുന്നു മലയാളത്തിൽ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്തത്. പാസപ്പറവേകൾ, പാടാത്ത തേനികൾ, പാസമഴേ, പകലിൻ പൗർണമി, പിള്ളൈ പാസം, വാസലിലെ ഒരു വെണ്ണില എന്നീ 6 ചിത്രങ്ങൾ തമിഴിലും സംവിധാനം ചെയ്തു. ഓക്കെ, ഈ ഒരു കഥ കേൾക്കുമ്പോൾ പറക്കും തളിയൊക്കെ ഓർമ്മ വരുന്നുണ്ട്, ബാക്കിയും കൂടി കേൾക്കാം. 16ഓളം ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥയും നിർവഹിച്ചു. കിരീടം സിനിമയിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രമായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അന്നോളം ചെയ്ത കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ പ്രശസ്തി ഈ ഒരൊറ്റ കഥാപാത്രം അദ്ദേഹത്തിന് സമ്മാനിച്ചു. അനുകരണ വേദികളിലടക്കം മിമിക്രി കലാകാരന്മാരുടെ ഇഷ്ട കഥാപാത്രമായി ഹൈദ്രോസ് മാറി. കിരീടത്തിന്റെ 2ാം ഭാഗമായ ചെങ്കോലിലും ഹൈദ്രോസിന്റെ വേഷത്തിൽ അദ്ദേഹം തിളങ്ങി. ഹൈദ്രോസിനെ മലയാളികൾ ഏറ്റെടുത്തതോടെ കൂടുതൽ വ്യത്യസ്തമായ വേഷങ്ങൾ അദ്ദേഹത്തെ തേടി വന്നു. അതിൽ ഹാസ്യവേഷങ്ങളും വില്ലൻ വേഷങ്ങളും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. തുടക്കത്തിൽ ശക്തനായ വില്ലനായും പിന്നീട് ഗൗരവമേറിയ സിനിമകളുടെ സംവിധായകനായും മലയാളികൾ കണ്ടുശീലിച്ച കൊച്ചിൻ ഹനീഫയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയൊരു മാറ്റമാണ് പിന്നീട് മലയാള സിനിമ കണ്ടത്. 80കളുടെ അവസാനത്തോടെ കൊച്ചിൻ ഹനീഫ എന്ന കലാകാരൻ മലയാളികളുടെ ഇഷ്ടഹാസ്യതാരമായി മാറി. നർമ്മത്തിന്റെ പുതിയ തലങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെയായിരുന്നു പിന്നീട് കൊച്ചിൻ ഹനീഫ പ്രത്യക്ഷപ്പെട്ടത്. മാന്നാർ മത്തായി സ്പീക്കിംഗ്, പഞ്ചാബി ഹൗസ്, പറക്കും തളിക, മീശമാധവൻ, മേഘം, വെട്ടം, തുറുപ്പുകുലാൻ, പട്ടണത്തിൽ സുന്ദരൻ, CID മൂസ, തിളക്കം, മഴത്തുള്ളിക്കിലുക്കം, സുന്ദരപുരുഷൻ, കാക്കക്കുയിൽ, ഉദയപുരം സുൽത്താൻ, അനുരാഗ കൊട്ടാരം, ഫ്രണ്ട്സ്, മായപ്പൊന്മാൻ, പാണ്ടിപ്പട,
കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്, ഫാൻറ്റം, നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിച്ച കൊച്ചിൻ ഹനീഫ ഇതിനിടയിൽ തന്നെ ഗൗരവമേറിയ ക്യാരക്ടർ റോളുകളും അവതരിപ്പിച്ചു. ലോഹിതദാസ് സംവിധാനം ചെയ്ത് ദിലീപ് നായകനായ സൂത്രധാരൻ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് 2001 മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 3 മാസങ്ങൾക്ക് മുൻപ് എന്ന സിനിമയാണ് കൊച്ചിൻ ഹനീഫയെ തമിഴ് സിനിമാ ലോകവുമായി ബന്ധപ്പെടുത്തുന്നത്. അതിന് നിമിത്തമായതാവട്ടെ തമിഴകത്തിന്റെ കലൈഞ്ചർ സാക്ഷാൽ കരുണാനിധിയും. മറ്റൊരു മലയാള നടനും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ബന്ധമായിരുന്നു കരുണാനിധിയും കൊച്ചിൻ ഹനീഫയും തമ്മിലുണ്ടായിരുന്നത്. തെന്നിന്ത്യയിലെ എല്ലാ സൂപ്പർ താരങ്ങളുമായും ഹൃദയബന്ധം പുലർത്തിയിരുന്ന മലയാള സിനിമയിലെ അപൂർവം അഭിനേതാക്കളിൽ ഒരാളെന്ന പ്രത്യേകത കൂടി കൊച്ചിൻ ഹനീഫയ്ക്കുണ്ട്. കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, നെടുമുടി വേണു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച 3 മാസങ്ങൾക്ക് മുൻപ് എന്ന സിനിമ കണ്ടിഷ്ടപ്പെട്ടാണ് കരുണാനിധി കൊച്ചിൻ ഹനീഫയെ വിളിക്കുന്നത്. സിനിമ തനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്നും ആ സിനിമ തമിഴിലേക്കൊന്ന് റീമേക്ക് ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും കരുണാനിധി കൊച്ചിൻ ഹനീഫയെ അറിയിച്ചു. അങ്ങനെയാണ് പാസെ പറവൈകൾ എന്ന പേരിൽ തമിഴിൽ ആ സിനിമയ്ക്കൊരു റീമേക്ക് ഉണ്ടാവുന്നത്. കൊച്ചിൻ ഹനീഫ തന്നെ തമിഴ് റീമേക്കും സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. അങ്ങനെ തമിഴകത്തിന്റെ സാക്ഷാൽ കലൈഞ്ചർ, തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ സിനിമയുടെ സംവിധായകനായി കൊച്ചിൻ ഹനീഫ മാറി. 1988 പുറത്തിറങ്ങിയ സിനിമ വൻ ഹിറ്റായി. ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള തമിഴ്നാട് സർക്കാരിന്റെ അവാർഡും പാസപ്പറവൈകൾക്ക് ലഭിച്ചു. ഓക്കെ, വേദനിപ്പിക്കുന്ന അവസാനത്തെ ക്ലിപ്പ്. ഈ ഒരു ക്ലിപ്പാണ് കരയിപ്പിക്കുന്നത്. നമ്മുടെ ഹനീഫയുടെ മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. സിനിമ വിജയമായതോടെ കരുണാനിധിയുടെ തിരക്കഥയിൽ വീണ്ടും 2 സിനിമകൾ ഉൾപ്പെടെ മൊത്തം 6 സിനിമകൾ അദ്ദേഹം തമിഴിൽ സംവിധാനം ചെയ്തു. പിൽക്കാലത്ത് കലൈഞ്ചറുടെ സിനിമാ ചർച്ചകളിൽ കൊച്ചിൻ ഹനീഫയും സ്ഥിരം പങ്കാളിയായതോടെ ഇവർ തമ്മിലുള്ള സൗഹൃദം ആഴത്തിൽ വളർന്നു. പിന്നീട് DMKയുടെ തമിഴ്നാട്ടിലെ പൊതുയോഗങ്ങളിൽ സ്ഥിരം പ്രാസംഗികനായിരുന്നു കൊച്ചിൻ ഹനീഫ. തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കൊച്ചിൻ ഹനീഫയെ തന്റെ വീട്ടിലെ സ്വകാര്യ മുറിയിലേക്ക് കലൈഞ്ചർ ക്ഷണിച്ചു. ഹനീഫയെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച ശേഷം ശുദ്ധമായ തമിഴിൽ അദ്ദേഹം പറഞ്ഞുവത്രേ, ഈ മുറിയിൽ ഇതുവരെ 2 മലയാളികളെ ഇരുന്നിട്ടുള്ളൂ. ഒന്ന് MGR ആണ്, ഇപ്പോൾ നിങ്ങളും. 1994 45-ാം വയസ്സിലായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ വിവാഹം. തലശ്ശേരിയിലെ പ്രശസ്തമായ മാളിയേക്കൽ തറവാട്ടംഗമായ ഫാസില അദ്ദേഹത്തിന്റെ ജീവിത സഖിയായി എത്തിയത് ഏറെ വൈകിയാണ്. 2006 ഇവർക്ക് ഇരട്ടകളായ 2 പെൺകുട്ടികൾ പിറന്നു. ഏറെ ആഗ്രഹിച്ചു കിട്ടിയ ആ കുട്ടികൾക്ക് മക്കയിലെ വിശുദ്ധമായ 2 പർവ്വതങ്ങളുടെ പേരാണ് അദ്ദേഹം നൽകിയത്, സഫയും മർവയും. കൊച്ചിൻ ഹനീഫയുടെ മക്കൾ. പക്ഷേ ഫാസിലയ്ക്കും കുട്ടികൾക്കുമൊപ്പം ഏറെക്കാലം ചെലവഴിക്കാൻ കൊച്ചിൻ ഹനീഫയ്ക്ക് സാധിച്ചില്ല. നേരത്തെ ഉണ്ടായിരുന്ന കരൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ 2010 ജനുവരിയിൽ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീണ്ടും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഫെബ്രുവരി 2 വൈകിട്ട് 3:45 അദ്ദേഹം അന്തരിച്ചു. ജന്മനാട്ടിലെത്തിച്ച മൃതദേഹം എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. ചലച്ചിത്ര രംഗത്തെ സഹപ്രവർത്തകരും ജനപ്രതിനിധികളും സാധാരണക്കാരുമടക്കം ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ അന്ന് അവിടെ ഒഴുകിയത്. ഓക്കെ, വളരെ സങ്കടപ്പെടുത്തിയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഈ ഒരു വീടിനെ കുറിച്ച്, ഈ ഒരു പുതിയ വീടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായാലും കഥ മൊത്തത്തിൽ പറയണം. അതുകൊണ്ടാണ് വെച്ചത്. തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത വീഡിയോയുമായി ഇവിടെ വരാം. ഓക്കെ, ബൈ.